ആ ആ പറഞ്ഞോടി. ഇല്ല കഴിയാറേ, കുറച്ച് പേരും കൂടെ ഉള്ളൂ. ഇല്ല ഇല്ല ഇല്ല, ഇതാ ഞാൻ പെട്ടെന്ന് എത്താം. ഓക്കെ ഓക്കെ. ഭാര്യനെ ഒരു കല്യാണത്തിന് പോകണം. പറഞ്ഞ സമയത്ത് എത്തിയെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അല്ല ഇനി എത്ര പേര്? രണ്ടാളും കൂടി ഉണ്ട്. രണ്ടുപേരുണ്ടല്ലേ? അതിൽ ഒരാൾ ഭയങ്കര പെസക സാർ. എന്താ പറ്റി? ഫുള്ള് വെള്ളത്തിലാ. മദ്യപിച്ചിട്ടുണ്ടോ? അവിടെ ഇരിക്കണോലൊക്കെ കച്ചറ ഉണ്ടാക്കണം. ആണല്ലേ? വിളിക്കണോ? ആദ്യം വിളിക്കേ. ആദ്യം മറ്റേ ആളെ വിളിക്കട്ടാ. ഇരിക്കേ. എന്താ പേര് പറഞ്ഞു? പേര് മാനു. മാനു? മാനുവാജിന്ന് വിളിച്ചു. മാനു മതി. മാനു. വയസ്സെത്ര? വയസ്സൊരു 80 അടുത്തായിപ്പോ. കണ്ടാ പറയില്ല കേട്ടോ. പണ്ടപ്പോ ചെറുപ്പാ. എന്തൊക്കെയാണ് പ്രശ്നം? പ്രശ്നം ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ അങ്ങനെ തലക്കൊക്കെ ഒരു പെരുപ്പ, പെട്ടെന്ന് ദേഷ്യം വരും. കാണുന്നവരോടൊക്കെ ദേഷ്യം വരാ, എന്തായാലും കണ്ട എടുത്ത് എറിയാൻ തോന്നുന്നു. അങ്ങനെയൊക്കെ പാട് ഒരു വൈഫിനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പെണ്ണുങ്ങളായിട്ടോ? പെണ്ണുങ്ങളായിട്ടിപ്പോ അല്ല എന്താ ആലോചിക്കണേ? അല്ല വലിയ കുഴപ്പമൊന്നുമില്ല. ഇല്ല ഇല്ല അല്ലേ? എന്നോട്ടെ ഒന്ന് ശ്വാസം വിടണോ? വിടണം കേട്ടോ. മതിയോ? വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ലല്ലോ. നോട്ടെ. ഇങ്ങനത്തെ ഇപ്പൊ ടോർച്ചൊക്കെ അടിച്ചോക്കണ ടെൻഷൻ നോക്കുക. അല്ല ഏതായാലും ഒരു ബൈക്ക് പോകല്ലേ, മൊത്തത്തില് നോക്കാന്ന് വിചാരിച്ചു. അത് നല്ല. അടച്ചു. അപ്പൊ അതൊന്നും കുഴപ്പമില്ല. അപ്പോ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് മരുന്ന് എഴുതി തരാം കേട്ടോ. അപ്പൊ ഒട്ടുവരാ വരും. അപ്പൊ ഇല്ല, ഇതിപ്പോ ഒരാഴ്ച കഴിച്ചാൽ മതി. നിങ്ങൾ ഈ ഭാര്യയുമായിട്ട് എതിർത്ത് സംസാരിക്കാറുണ്ടോ? ഭാര്യനായിട്ട് ഇപ്പൊ എതിർത്ത് തന്നെ അതൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടല്ലേ? അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നോ, ഭാര്യയായിട്ട് എതിർത്ത് സംസാരിക്കുന്ന സംഭവം ഒന്ന് നിർത്തണം. എന്നിട്ട് പിന്നെ ഞാൻ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഓക്കെ? അതായത് രാവിലെ പെണ്ണുങ്ങൾ മുറ്റടിക്കലുണ്ടല്ലോ അല്ലെ? പിന്നെ പണി. അപ്പം ചെയ്യാം, ഇനി മുതൽ മുറ്റങ്ങൾ അടിക്കുക. ഞാൻ പറയണത് മുഴുവൻ കേൾക്കുക. പിന്നെ ഈ പാത്രം കഴുകലുണ്ടല്ലോ രാവിലത്തെ, അത് ഇനി നിങ്ങൾ കഴുകുക. ഞാൻ കഴുകുക. മുറ്റങ്ങൾ അടിക്കുക, പാത്രങ്ങൾ കഴുകുക. പിന്നെ എന്തെങ്കിലുമൊക്കെ അവിടെ പണികളൊക്കെ ഒന്ന് എടുത്ത് സഹായിച്ചു കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾ ഈ ടെൻഷൻ മാക്സിമം കുറയും. ഇതിപ്പോ നല്ല പൊല്ലാപ്പല്ല. ഇതിപ്പോ ഓളിങ്ങനെ കെട്ടിയേക്ക, ഞാൻ ഓളെ കെട്ടിയേക്ക. അതായത് നിങ്ങൾ ടെൻഷൻ മാറണ്ടേ? അത് മാറണം. അത് മാറണമെങ്കിൽ നിങ്ങൾ ഒരാഴ്ച ഈ മരുന്നും കഴിക്കണം. ഞാൻ പറഞ്ഞ മാതിരി പാത്രം കഴുകി കൊടുക്കുക, അടിച്ചു കഴുകി കൊടുക്കുക, വീട്ടു ജോലിയൊക്കെ ഒന്ന് കുറച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഏകദേശം നിങ്ങൾ ടെൻഷൻ മാറും. ഒരു കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞൊന്ന് വരും. ഇപ്പൊ ചെജ്ജിണീനല്ല, ഓക്ക് നല്ല വളഞ്ഞാണ് ഇപ്പൊ ഇതൊക്കെ നമ്മൾ കാട്ടി. അതൊന്നും അല്ല, നിങ്ങൾ ഈ മരുന്ന്, ഞാൻ ഈ തന്നെ മരുന്നും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അടുത്ത ആഴ്ച കൊണ്ട് വരും. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ആയിക്കോട്ടെ. അല്ല അപ്പൊ എന്താ കാട്ടണേ? എന്നാ ശരി. കായ് അവിടെ കൊടുത്താൽ മതിയാവും. അവിടെ റിസപ്ഷനിൽ കൊടുത്താൽ മതി. ആയിക്കോട്ടെ. വേണ്ടാ. പിന്നെ അയാളെന്താ അവസ്ഥ? ഒന്ന് വിളിക്കാൻ പറ്റും. വീഴല്ല ഇരിക്കും. എന്താ പേര്? രാഘവൻ. എന്തോ? രാഘവൻ. വയസ്സായി? 46. കണ്ടവര് 86 തോന്നുമല്ലോ. മദ്യപാനം വേണ്ട, ഞാൻ ആവശ്യത്തിന് അടിച്ചിട്ടുണ്ട്. ഇപ്പൊ വേണ്ട. മദ്യം കഴിക്കാറുണ്ടോന്ന് ചോദിച്ചു. മദ്യമേ കഴിക്കാറുള്ളൂ. ഇപ്പൊ എന്താ പ്രശ്നം? എന്താ സാറേ, ഈ മദ്യം കുറച്ച് ഓവറാണ് കുട്ടി. കുറയ്ക്കണം, നിർത്തണം. എന്തെങ്കിലും മരുന്നുണ്ടോ? സാറ് എഴുതി തരുന്ന മരുന്ന് കറക്റ്റ് കുടിക്കുകയാണെങ്കിൽ മദ്യപാനം നിർത്താം. സാറേ, മദ്യപാനം ഞാൻ കറക്റ്റ് സമയത്ത് കഴിക്കാറുണ്ട്. പക്ഷെ മരുന്ന് കറക്റ്റ് കുടിക്കുമോ എന്നുള്ളത് ഇത്തിരി സംശയമാണ്. പക്ഷേ മരുന്ന് കറക്റ്റായിട്ട് കഴിക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല,
ഈ മദ്യപാനം നിർത്തണമെങ്കിലേ ഒരു 4 മാസമെങ്കിലും മദ്യം തൊടാൻ പാടില്ല. അല്ലേ? ആ ഈ 4 മാസമൊക്കെ മദ്യം നിർത്തുക പറഞ്ഞ വലിയ കഷ്ടക്കാരെ. സാറേ നമുക്ക് ഈ EMI അടയ്ക്കുന്ന പോലെ തവണകളായിട്ട് ഇത്തിരി ആയിട്ട് മദ്യം കുറയ്ക്കാൻ പറ്റും.